പ്രിയമുള്ളവരെ, 2024 പുതുവർഷത്തെ ഈ ഒരു പ്രഭാതത്തിലേക്ക് നിങ്ങളെ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിന്നേഴ്സ് വേർഡിന്റെ ഫേസ് 3യിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. കഴിഞ്ഞ ഫേസ് 1ഉം ഫേസ് 2ഉം നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ഫേസ് 3യിലാണ് നമ്മൾ റിയൽ ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ പോകുന്നത്. അതിനുവേണ്ടി വിന്നേഴ്സ് വേർഡ് ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും ഒരുങ്ങിയോ എന്ന് മാത്രം ചിന്തിക്കാം. അപ്പൊ ഈ 2024 എന്ന് പറയുന്ന ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ വളരെ മിറാക്കുലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോവാണ്. അത് ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാവണം. ആ ഒരു മാറ്റത്തിനാണ് നമ്മുടെ വിന്നേഴ്സ് വേർഡ് ഫേസ് 3യില് നമ്മളുമായിട്ട് സംവദിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു മാറ്റത്തിന് നമുക്ക് തയ്യാറാവാം അല്ലേ? 24-ല് വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നമ്മൾക്ക് തയ്യാറാവാം. അപ്പൊ നമുക്ക് ഒരു 1-2 ചിന്തകൾ ഞാൻ നിങ്ങളിലേക്ക് തരാൻ ആഗ്രഹിക്കാം. ഇപ്പൊ നമ്മൾ പല കഴിഞ്ഞ ഫേസിലൊക്കെ ഇതിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ എന്തുകൊണ്ടാ? കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ ചിന്താഗതികള്, കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ ജീവിത സാഹചര്യം, നമ്മുടെ അനുഭവങ്ങള് അല്ലേ, ഇതെല്ലാം ഇതിന്റെയൊക്കെ ആകെത്തുകയാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ജീവിതം, അതിന്റെയൊക്കെ ആകെത്തുകയാണ്. അപ്പോൾ നമ്മൾ 2024-ൽ നിങ്ങൾ വളരെ വലിയൊരു സക്സസ്ഫുൾ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച ഗോളെല്ലാം അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു ബെറ്റർ ലൈഫ്, ഒരു പുതിയ മുഖമാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകണം. എന്ന് പറഞ്ഞ സെൽഫ് ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിരിക്കണം അല്ലെ? അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഫേസ് 3യില് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മൾ വിധേയമാവണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും എവിടെ നിൽക്കണേന്ന് നമ്മൾ കണ്ടെത്തണം. എന്നാലേ നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ വലുതൊക്കെ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നു, പക്ഷെ നമ്മളിപ്പോ എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാലല്ലേ നമുക്കത് പറ്റുള്ളൂ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു യാത്ര പോവാണ്. ഇപ്പൊ 2024-ലേക്ക് ഒരു പുതിയ ലെവലിലേക്ക്, ഒരു പുതിയ മുഖത്തേക്ക് നമ്മൾ മാറാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നൊരു തിരിച്ചറിവ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് പരിചിതമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോകുന്നു. നമ്മൾ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ടോ, ഇന്ന് ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാനിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെയാണ് പോകേണ്ടത് എന്ന്. അപ്പൊ എനിക്ക് ലൊക്കേഷൻ തന്നു. അല്ലെങ്കിൽ നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്താക്കും? പോകുന്ന സ്ഥലം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും അല്ലെ? എവിടേക്കാണ് നമുക്ക് എത്തേണ്ടത് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. പക്ഷെ നമ്മുടെ ഗൂഗിൾ മാപ്പിന് എന്തറിയണം? നമ്മൾ എവിടെ നിൽക്കുന്നു എന്നറിയണം. എന്നാലല്ലേ അത് ശരിയായ ദിശയിലേക്ക് നമുക്ക് വിടാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ മഞ്ഞപ്ര ഇരുന്ന് എനിക്ക് പോകേണ്ട ഒരു സ്ഥലം കോഴിക്കോട് ഇരുന്നിട്ട് മറ്റൊരാള് ഈ സെയിം സ്ഥലമായിരിക്കും പോകേണ്ടത്. അപ്പൊ രണ്ടുപേരും എവിടെ നിൽക്കുന്നു എന്ന് ഗൂഗിളിന് അറിഞ്ഞാലല്ലേ കൃത്യമായിട്ട് വഴി പറഞ്ഞു തരാൻ പറ്റുള്ളൂ അല്ലെ? രണ്ടുപേർക്കും ഓക്കെ അല്ലേ ഞാൻ പറയുന്നത്? ഓക്കെ അല്ലേ? രണ്ടുപേർക്കും പോകേണ്ടത് ഒരു സ്ഥലം തന്നെ. കോഴിക്കോട് നിന്ന് വരുന്ന വ്യക്തിക്കും പോകേണ്ടത് ഒരു സ്ഥലം, എനിക്കും പോകേണ്ടത്, ഞാൻ എറണാകുളം ജില്ലയിൽ മഞ്ഞപ്ര ഇരിക്കുന്നു, എനിക്കും പോകേണ്ടത് ഒരേ സ്ഥലം. ഗൂഗിളിനോട് ചോദിക്കുമ്പോൾ ഗൂഗിൾ തിരിച്ചൊരു ചോദ്യം, അത് തന്നെത്താനെ കണ്ടെത്തിക്കോളും. ഗൂഗിൾ തിരിച്ചു ചോദിക്കും, നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഈ സെൽഫ് ട്രാൻസ്ഫർമേഷൻ, മൈൻഡ് ട്രാൻസ്ഫർമേഷൻ, നമ്മൾ എത്തുന്ന ലെവലിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊന്നും നമ്മൾ തിരിച്ചറിയണം. വേണ്ടേ? അതിന് നമ്മൾ തയ്യാറാവണം ആദ്യം തന്നെ. അതിനുവേണ്ടി ചെറിയ 1-2 ടിപ്പ് ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. കാര്യം ഫേസ് 3 എന്ന് പറഞ്ഞാൽ ടോട്ടലി നമ്മളെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ദിവസങ്ങളാണ് ഇനി കടന്നു പോകുന്നത്. അപ്പൊ അത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റും, 2 തരത്തിലുള്ള ആളുകളാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ നിൽക്കണമെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. ഒന്ന് ശരിക്കും പറയാം, നമ്മുടെ മാനസികാവസ്ഥ. ഒന്നാമത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം. നമ്മൾ എപ്പോഴും പറയും, അതെയോ ഞാൻ ഈ വീട്ടിൽ ജനിച്ചതുകൊണ്ട്, അല്ല എന്റെ മാതാപിതാക്കൾ കാരണം, അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടുകൾ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഈ ഗതി വന്നത്. പറയാറില്ലേ? നിങ്ങൾ കാരണം എനിക്ക് ഈ ഗതി വന്നേ. എപ്പോഴും പറയുന്നത് അല്ലേ? നമ്മൾ പലരും പറയുന്നതാണ് ഈ ഗതി വരുന്നത്. വിക്ടിം മെന്റാലിറ്റി എന്ന് പറയും അത്തരമുള്ള ആൾക്കാരെ. വിക്ടിം മെന്റാലിറ്റി, അതായത് എന്തിനും ഏതിനും അവർ പഴിചാരും മറ്റുള്ളവരെ.
മറ്റുള്ളവരെ പഴിചാരുന്ന ആളുകളുണ്ട്. എൻ്റെ ജീവിത സാഹചര്യത്തിന് കാരണം നിങ്ങളാണ്. ചിലപ്പോൾ മാതാപിതാക്കളെ പറയാം, ചിലപ്പോൾ സ്പൗസിനെ പറയാം, ചിലപ്പോൾ മക്കളെ പറയാം. നിങ്ങൾ കാരണം മക്കള് നല്ല രീതിയിലല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല എന്നുണ്ടെങ്കിൽ അതിന് പഴി പറയാം. അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം, നമ്മൾ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ ജനിച്ചതുകൊണ്ടാണെന്ന് പറയാം, അല്ലെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയാം. അങ്ങനെ പല പല കാരണങ്ങൾ കണ്ടെത്തി അതിനെ പുറത്തുള്ളവരെ പഴി പറഞ്ഞ് നിൽക്കുന്ന ചില വ്യക്തികൾ. അങ്ങനത്തെ ഒരു കാറ്റഗറി വ്യക്തിയാണോ നമ്മളെന്ന് ചിന്തിക്കുക. മറ്റുള്ളവരുണ്ട് സെൽഫ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അതായത് എൻ്റെ ജീവിതം ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത് ഞാൻ കാരണമാണ്, ഞാൻ കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത് എന്നുള്ള ആ ഒരു ചിന്ത. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത്, എനിക്കറിയാം എൻ്റെ ലൈഫ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് ഞാൻ കാരണം തന്നെയാണ്, ഞാൻ എടുത്ത തീരുമാനമാണ്, ആ തീരുമാനത്തിന്റെ പുറത്താണ് എനിക്ക് വന്ന മാറ്റം. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മെന്റാലിറ്റി ഏതാണ്? സെൽഫ് റെസ്പോൺസിബിലിറ്റി ആണോ അതോ വിക്ടിം മെന്റാലിറ്റി ആണോ നിങ്ങൾ നിൽക്കുന്നത്? ആദ്യം നിങ്ങൾ ഏത് കാറ്റഗറി പേഴ്സൺ ആണെന്ന് നിങ്ങൾ തിരിച്ചറിയാം. അത് കഴിഞ്ഞിട്ട് എന്താക്കണം, നമ്മൾ എവിടെ നിൽക്കുന്നു ഈ മെന്റാലിറ്റിയിലാണെങ്കിൽ പോലും നമ്മളെ അപ്പൊ വിക്ടിം മെന്റാലിറ്റിയിലുള്ള ആൾക്ക് ഒരിക്കലും എന്തിനു പറ്റൂല, ട്രാൻസ്ഫോർമേഷന് പറ്റൂല കേട്ടോ. ആദ്യം അദ്ദേഹത്തിന്റെ മെന്റാലിറ്റി എങ്ങോട്ട് മാറണം? സെൽഫ് റെസ്പോൺസിബിലിറ്റി. എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ജീവിതം, ഞാൻ എവിടെ എത്തണം എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയണം. എന്നാൽ മാത്രമാണ് നമ്മൾ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ആ വഴിയിലൂടെ യാത്ര ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കും, ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെ എന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഏതൊക്കെ ഘടകങ്ങളിൽ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. ഒന്ന്, നമ്മുടെ സന്തോഷം. നമ്മൾ അതിൽ ഒരു ടിപ്പാണ്, ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ സെൽഫ് റെസ്പോൺസിബിലിറ്റി മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റിക്ക് നമ്മൾ മാറി എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുക, നമ്മുടെ ഹാപ്പിനെസ്, സന്തോഷം എത്രത്തോളം ഉണ്ട്. അതിന് വേണമെങ്കിൽ നമുക്കൊരു പെർസെൻറ്റേജോ അതിലൊരു മാർക്കോ കൊടുക്കാം. ഒരു 10ൽ എത്ര മാർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും? നമ്മുടെ ഹാപ്പിനെസ്, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ സന്തോഷം എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര മാർക്ക്, 10ൽ എത്ര മാർക്ക് അതിന് കൊടുക്കാം. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ വെൽത്ത്, സാമ്പത്തിക അവസ്ഥ. നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? കാരണം നമ്മൾക്ക് പോകേണ്ടത് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട് അല്ലെ, നമുക്കൊരു ഇന്നൊരു സ്ഥലത്ത് എത്തണമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അവിടേക്ക് പോകാനാണ് നമ്മൾ എന്താക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ നിൽക്കുന്ന പൊസിഷൻ എവിടെയാന്ന് തിരിച്ചറിയാനാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ വെൽത്ത്, നമ്മുടെ സാമ്പത്തിക അവസ്ഥ എവിടെ നിൽക്കുന്നു, അത് 10ൽ എത്ര മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. മറ്റൊന്ന്, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ്, അതായത് നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, നമ്മുടെ റിലേഷൻഷിപ്സിൽ നമ്മൾ എങ്ങനെയാണ്, അതിൽ എത്ര മാർക്ക് കൊടുക്കാം, അതൊക്കെ കീപ്പ് ചെയ്യുന്നതിൽ അല്ലെ, നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ കീപ്പ് ചെയ്യുന്നതിൽ നമ്മൾ എത്രത്തോളം അതിനകത്ത് എത്ര മാർക്ക് നമുക്ക് കൊടുക്കാമെന്ന്. മറ്റൊന്ന് നമ്മുടെ ഹെൽത്ത് എവിടെ നിൽക്കുന്നു, നമ്മുടെ ആരോഗ്യാവസ്ഥ എവിടെ നിൽക്കുന്നു, അതിൽ നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം. ഈ 4 കാര്യങ്ങളും നമ്മൾക്ക് 10ൽ 10 മാർക്കിലേക്കും എത്തിച്ചേർന്നാലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ വളരെ വലിയൊരു സക്സസ് പേഴ്സൺ ആയിട്ട്, ഒരു വിന്നർ ആയിട്ട് നമുക്ക് മാറാൻ പറ്റുക. അപ്പൊ ഇപ്പം നമ്മുടെ പെർസെൻറ്റേജ് ഒക്കെ എവിടെ നിൽക്കുന്നു എന്നൊന്ന് കണ്ടെത്തുക. ഓക്കെ, ഇത്രയും കണ്ടെത്തി കഴിഞ്ഞാൽ, ഇത്രയും ഇത് നിങ്ങൾ സ്വയം ചെയ്യേണ്ട കാര്യമാണ്. ഇത്രയും നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ വിന്നേഴ്സ് വേർഡ് ഒരുക്കുന്ന ഫേസ് 3 കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും, നമ്മൾ 2024 അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വിന്നേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. 100% ഉറപ്പാ. കാരണം 2 വർഷം മുമ്പ് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ, എൻ്റെ ചിന്താഗതികൾ മാറ്റിയപ്പോൾ എന്നിലുണ്ടായ മാറ്റം അത്രയ്ക്കധികം. നിങ്ങൾ പലരും അത് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. എന്തായിരുന്നാലും നമ്മുടെ ഫേസ് 3 നമ്മുടെ ന്യൂ ഇയർ ന്യൂ ലെവൽ ന്യൂ മൈൻഡ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് നമ്മുടെ സമത് സാർ നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ സമത് സാറിലേക്ക് പോവാണ്. പ്ലീസ് വെൽക്കം സമത് സാർ. ന്യൂ ഇയർ ന്യൂ ലെവൽ, വെൽക്കം ഓൾ. Are you happy? Am I audible?
Yes, okay. Thank you. വിന്നേഴ്സ് വേൾഡ് ഇന്ന് 181 ദിവസമാണ്. കഴിഞ്ഞ 180 ദിനങ്ങളിൽ 2023 ഫേസ് 1 എന്താണ് ബിസിനസ് എന്നും നമ്മൾ ഏറ്റെടുത്ത ബിസിനസിന്റെ മുഖം എന്താണ് എന്നും ആ ബിസിനസ്സിൽ നമ്മൾ തീർച്ചയായും പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നമ്മൾ ചർച്ച ചെയ്തു. ഫേസ് 2 ആ ബിസിനസ് ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്നും നമ്മിലുണ്ടാവേണ്ട മാറ്റത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. മൂന്നാമത്തേത് ഫേസ് 3 ഇന്ന് ആരംഭിക്കുകയാണ്. ഇത് 2024 ജനുവരി 1 പുതിയ വർഷം. നമ്മുടെ ജീവിതത്തിൽ പുതുവർഷങ്ങൾ കടന്നു വരുന്നത് ഒരാവർത്തനമാണ്. ഒരു വർഷം കൊഴിഞ്ഞു പോകുമ്പോൾ ആ വർഷത്തിന്റെ ശിഷ്ടം എന്തു ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഒരു വർഷത്തെ സ്വീകരിക്കുന്നതിനേക്കാൾ പ്രധാനം. ഇന്നലകളിലെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെടുത്ത പാഠങ്ങൾ എന്ത് എന്നതാണ്. ഇന്നലെ വരെയുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ച ഇൻസൈറ്റുകൾ എന്ത് എന്നുള്ളതാണ് ജീവിതത്തിലേറെ പ്രാധാന്യമായുള്ളത്. 3 കാര്യങ്ങൾ, അവയെക്കുറിച്ചാണ് തുടർനാളുകളിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. ഒന്നാമത്തേത്, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ എന്നതല്ല പ്രധാനം, ആ ബുദ്ധിക്കനുസരിച്ച ബോധമുണ്ടോ എന്നതാണ് പ്രധാനം. നിങ്ങൾക്ക് കാഴ്ചയുണ്ടോ എന്നതല്ല പ്രധാനം, ആ കാഴ്ചക്കനുസരിച്ച ഉൾക്കാഴ്ച ജീവിതത്തിൽ നിങ്ങൾ നേടിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ അറിവ് നേടിയോ എന്നതല്ല പ്രധാനം, ആ അറിവിനനുസരിച്ച തിരിച്ചറിവ് നിങ്ങൾക്ക് നേടാൻ സാധ്യമായിട്ടുണ്ടോ എന്നതാണ് പ്രധാനം. ബുദ്ധിക്കപ്പുറം ബോധവും കാഴ്ചക്കപ്പുറം ഉൾക്കാഴ്ചയും അറിവിനപ്പുറം തിരിച്ചറിവുമുള്ള ഒരു കമ്മ്യൂണിറ്റി മാത്രമേ ലോകത്ത് വിജയം വരിച്ചിട്ടുള്ളൂ. ബുദ്ധിയായിരുന്നു ശ്രേഷ്ഠമെങ്കിൽ ബുദ്ധിപരമായി പല കാര്യങ്ങളും ചെയ്യാനാകുന്നവർ ബുദ്ധിയേക്കാൾ ബോധമുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളായി മാറേണ്ടി വരില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ബുദ്ധിയുള്ളവരെക്കാൾ ബോധമുള്ളവർ, പുതിയ കാലത്തെക്കുറിച്ച് ബോധമുള്ളവർ, ജീവിതത്തെക്കുറിച്ച് ബോധമുള്ളവർ, ചുറ്റുപാടിനെ കുറിച്ച് ബോധമുള്ളവർ, തന്റെ ജീവിതത്തിന്റെ ഇന്നലകളെ കുറിച്ച് ബോധമുള്ളവർ, ആ ബോധത്തിൽ നിന്ന് പുതിയൊരു ബോധോദയത്തെ സ്വീകരിക്കുവാൻ സാധിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ അവർക്ക് പുതിയ ജീവിതം കൈപ്പിടിയിൽ നേടുവാൻ സാധിച്ചത്. അറിവുള്ളവരല്ല ലോകത്ത് വിജയിച്ചത്, ഉള്ള അറിവിനനുസരിച്ച് തിരിച്ചറിവ് സ്വീകരിച്ചവർ മാത്രമേ ലോകത്ത് വിജയം വരിച്ചിട്ടുള്ളൂ. അറിവുള്ളവർ അറിവിന്റെ മഹാപ്രഭുക്കളായിരുന്നു ഒരു കാലത്ത്. ആ കാലത്ത് ഗുരുകുല സമ്പ്രദായമായിരുന്നു. ഇന്ന് ഒരുപാട് അറിവുള്ളവനല്ല ലോകത്ത് വിജയിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ലോകത്തെ ഇന്നും ജീവിക്കുന്ന മഹാമനീഷിമാരും മഹർഷിമാരും ഒക്കെ ലോകത്തെ വലിയ വിജയത്തിന്റെ നിറകുടങ്ങളായി മാറുമായിരുന്നു. പക്ഷെ ആ അറിവിനപ്പുറം തിരിച്ചറിവ് നേടാൻ, ജീവിക്കുന്ന കാലവുമായി ഈ അറിവിനെ കണക്ട് ചെയ്യാൻ, ജീവിക്കുന്ന പരിസരവുമായി അറിവിനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നവനാണ് പുതിയ കാലത്ത് വിജയം വരിക്കാൻ അവസരം ലഭിച്ചത്. കാരണം ഇന്ന് അറിവിന്റെ ആവശ്യമില്ല, ഇന്ന് തിരിച്ചറിവിന്റെ ആവശ്യമാണുള്ളത്. ഏതൊരു പുതിയ അറിവും ഒരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ, വോയിസ് ടൈപ്പിങ്ങിലൂടെ നമുക്ക് 100 തലങ്ങളിൽ നിന്ന് കൈവരിക്കുവാൻ, നേടുവാൻ സാധ്യമാവുന്ന ടെക്നോളജിയുടെ കാലത്താണ് നമ്മളുള്ളത്. ഇന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മെമ്മറിയിൽ വെക്കേണ്ട കാലമല്ല. ഇന്നും ഒരുപക്ഷെ നമ്മുടെ പരിസരങ്ങളിൽ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് മനോഹരമായ കോഴ്സുകൾ നടക്കുന്നു. കാരണം ഇന്നൊരു മനുഷ്യന് എഴുതേണ്ടതില്ല, അവൻ പറഞ്ഞാൽ ഏറ്റവും മനോഹരമായി എഴുതി തരുന്ന പ്ലാറ്റ്ഫോം നമ്മുടെ കൈകളിലുണ്ട്. ഒന്നും ഇന്ന് ഓർത്തു വെക്കേണ്ടതില്ല, എല്ലാം ഓർത്തു വെക്കാൻ 1000 മനുഷ്യന്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള TB ഹാർഡ് ഡിസ്കുകൾ നമ്മുടെ കൈകളിൽ ഇന്ന് ലഭ്യമാണ്. ആ ഹാർഡ് ഡിസ്കുകൾ ഒരു കാലത്ത് കമ്പ്യൂട്ടറിന് ആഡ് ചെയ്യാമായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു മനുഷ്യന്റെ ബ്രെയിനോട് ആഡ് ചെയ്യാൻ കഴിവുള്ള ഹാർഡ് ഡിസ്കുകളെ, ചിപ്പുകളെ ഇൻബിൽട്ട് ചെയ്യുവാൻ സാധ്യമായ ടെക്നോളജിയും സയൻസും ഡെവലപ്പ് ചെയ്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചോർത്തു വെക്കുക എന്നുള്ളതല്ല, നേടിയ അറിവിൽ നിന്ന് തിരിച്ചറിവ് നേടുവാനുള്ള സമചിത്തത കൈവരിക്കുക എന്നുള്ളതാണ് പുതിയ കാല ജീവിത വിജയത്തിന്റെ മാനദണ്ഡം.
മൂന്നാമത്തേത്, നമുക്ക് കാഴ്ചയുണ്ടായാൽ പോരാ. ചുറ്റുപാടിന് യഥേഷ്ടം നമ്മൾ പലതും കാണുന്നു. പക്ഷെ ആ കാഴ്ചയിൽ നിന്ന്, വേറിട്ട കാഴ്ചകളിൽ നിന്ന് പുതിയ ഉൾക്കാഴ്ചകൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. നമ്മുടെ പരിസരങ്ങളിൽ കാണുന്ന ഓരോന്നും അവിടെ നിന്ന് പുതിയ ജീവിതത്തിന്റെ വഴികൾ കണ്ടെത്താൻ, ജീവിതത്തിന്റെ പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ നമ്മൾ സമയമെടുക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വിജയം വരിക്കുവാൻ സാധിക്കുന്നത്. ഈ 3 തലങ്ങളിലൂടെ സഞ്ചരിക്കലാണ് വിന്നേഴ്സ് വേൾഡിന്റെ വരും നാളുകളിലെ ടാർഗറ്റ്. എന്താണ് ഈ 3 തലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക? ഇന്ന് 2024 ജനുവരി 1 ഒരാദ്യ ദിനമാണ്. ഒരുപക്ഷെ ഈ ആദ്യ ദിനത്തിൽ നമ്മൾ ഇവിടെ വന്നോ എന്നതല്ല പ്രധാനം, മറിച്ച് ഇവിടെ വരുമ്പോൾ ഇന്നലകളിൽ വരെയുള്ള ജീവിതത്തിൽ നിന്ന് എന്ത് ഹരിച്ചു മാറ്റിവെച്ചു, എന്താണ് ഇന്നലെ വരെയുള്ള ലൈഫിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് പ്രവർത്തികളിൽ, ശീലങ്ങളിൽ, ചിന്തയിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ, അതല്ലാത്തതിനെ മാറ്റിവെക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഇന്ന് മുതലുള്ള ജീവിതത്തിൽ ഇന്നലെ വരെയുള്ള എത്ര പ്രായവും എത്ര കാലവും എത്ര അനുഭവമായിരുന്നോ, അതിൽ നിന്ന് തുടരാൻ എന്തു ചിന്ത നമ്മുടെ കയ്യിലുണ്ട്, തുടരാൻ എന്തു ശീലങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, തുടരാൻ നമ്മുടെ കൈകളിലുള്ള ഇവിടുന്ന് അങ്ങോട്ടുള്ള പുതിയ മാർഗരേഖ എന്താണ്? നമ്മൾ ബിസിനസിന്റെ 21 സ്ട്രാറ്റജികൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ നമുക്ക് ചില സ്ട്രാറ്റജികൾ വേണം. ഈ സ്ട്രാറ്റജികൾ ഇല്ലാത്തവരാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ നടത്തി ആ ന്യൂ ഇയർ റെസൊല്യൂഷനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത്. ഇന്നൊരു തീരുമാനമെടുക്കുക. ഈ വർഷത്തിനു വേണ്ടി എടുത്ത ഒരു തീരുമാനവും അടുത്ത വർഷത്തേക്ക് വേണ്ടി, വരും വർഷങ്ങൾക്ക് വേണ്ടി ഞാൻ എടുക്കില്ല എന്ന തീരുമാനമാണ് ഇന്ന് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. ഒന്നാമത്തെ സ്ട്രാറ്റജി അതാണ്. ഈ വർഷത്തിനു വേണ്ടി, എന്റെ ജീവിതത്തിലെ മാറ്റത്തിന് വേണ്ടി ഞാൻ എടുത്ത ഒരു തീരുമാനവും വരും വർഷങ്ങളിൽ ഞാൻ ഒരിക്കലും എടുക്കില്ല. എങ്ങനെ നമുക്ക് എടുക്കാതിരിക്കുവാൻ കഴിയും? ഒരുപാട് ആളുകൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നു. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ നമ്മൾ ചില സ്ട്രാറ്റജികൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ സ്ട്രാറ്റജിക്കാണ് ലൈഫ് സ്ട്രാറ്റജി എന്ന് പറയുക. ലൈഫ് സ്ട്രാറ്റജി എന്നാൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് വേണ്ടിയുള്ളതല്ല, ബിസിനസ്സിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ജീവിതത്തിന് വേണ്ടി ചില സ്ട്രാറ്റജികൾ ക്രിയേറ്റ് ചെയ്യണം. 2024 ഒറ്റ ഉപദേശമേ നൽകാനുള്ളൂ. ഒരൊറ്റ ഉപദേശമല്ല, സന്ദേശമേ നൽകാനുള്ളൂ. എന്താണ് ആ സന്ദേശം? നിങ്ങളുടെ ജീവിതത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ കയ്യിലാണ് എന്ന് വിശ്വസിക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ കയ്യിലാണ് എന്ന് വിശ്വസിക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കാതിരിക്കുക. മറ്റൊരാളെ പഴിചാരി ജീവിതം, നേരത്തെ പറഞ്ഞതുപോലെ വിക്ടിം മെന്റാലിറ്റിയുമായി മുന്നോട്ട് പോവാതിരിക്കുക. അതിനപ്പുറം ജീവിതത്തിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുവാൻ തയ്യാറാവുക. ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? ആര് നമ്മുടെ വിജയത്തിന് നേട്ടം നൽകുമെന്ന് കരുതിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? ജീവിതത്തിന്റെ ഇത്രയും കാലം, കഴിഞ്ഞ 180 ദിവസം ഈ പ്ലാറ്റ്ഫോം എന്ന് കേട്ട, ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് അറിഞ്ഞ, ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉൾക്കൊണ്ട ഇതിന്റെ ഫിസിക്കൽ ട്രെയിനിങ്ങുകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കേട്ടതിനപ്പുറം ലോകത്തിനൊന്നും നമുക്ക് സമ്മാനിക്കാനില്ല. സമ്മാനിക്കാനുള്ളതും ആവർത്തിച്ചു പറയാനുള്ളതും അതുതന്നെയാണ്. പിന്നെ എന്തേ നമ്മുടെ ഫുൾ സ്വിങ്ങിലേക്ക് നമ്മൾ എത്താത്തത്? പിന്നെ എന്തേ നമ്മുടെ പീക്ക് പെർഫോമൻസിലേക്ക് നമ്മൾ എത്താത്തത്? പിന്നെ എന്തേ നമ്മുടെ ടോപ്പ് ലെവലിലേക്ക് നമ്മൾ എത്താത്തത്? നമ്മൾ നമ്മുടെ വേർഷൻ അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നതാണ്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ലഭിക്കുമ്പോൾ അത് നിലവിലുള്ള മൈൻഡ് സെറ്റിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധ്യമാകുമെന്ന് ശ്രമിച്ചു, അതെങ്ങനെ തീരുമാനമാക്കാനെന്ന് ശ്രമിച്ചു. അതിനുവേണ്ടി പുതിയ സ്ട്രാറ്റജികൾ ക്രിയേറ്റ് ചെയ്തില്ല, അതിനുവേണ്ടി പുതിയ വഴികൾ തേടിയില്ല, അതിനുവേണ്ടി പുതിയ മെത്തേഡുകൾ പ്ലാൻ ചെയ്തില്ല. നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ ലൈഫിന്റെ തീരുമാനം, നമ്മുടെ ലൈഫിന്റെ വിജയം, നമ്മുടെ ലൈഫിന്റെ ഹാപ്പിനെസ്, നമ്മുടെ ജീവിതത്തിന്റെ വിജയക്കൊടി പാറിക്കുന്നതിന്റെ ഉത്തരവാദിത്തം മറ്റൊരാളുടെ കൈകളിലല്ല, അതെന്റെ കയ്യിലാണ്. ഞാൻ അത് ഏറ്റെടുത്തേ പറ്റൂ. 2024 നമ്മുടെ കൈകളിൽ ഒരു ചെങ്കോലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആ ചെങ്കോൽ എന്റെ ജീവിതം വിജയിക്കാനുള്ളതാണ്, എന്റെ ജീവിതം വിജയിക്കാനുള്ളതാണ്. ആ മാന്ത്രിക വടിയെ നിങ്ങൾ കയ്യിലേന്താൻ ശ്രമിക്കുക. ആ മാന്ത്രിക വടി ഒരു നിമിഷവും കൈവടിയാതിരിക്കുക. എന്താണ് ആ മാന്ത്രിക വടിയിലുള്ളത്? എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒന്നിനും
ഞാൻ ഫോക്കസ് കൊടുക്കില്ല. ഞാൻ ഇന്ന് വായിച്ചു തുടങ്ങിയ ഒരു പുസ്തകം ഹൈപ്പർ ഫോക്കസ്, ക്രിഷ് ബില്ലിയുടെ 2023 ഏറ്റവും ബെസ്റ്റ് സെല്ലറായ പുസ്തകങ്ങളിൽ ഒന്ന് ഹൈപ്പർ ഫോക്കസ്. നിങ്ങൾക്കുള്ളതിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നിങ്ങൾ അതിലേക്ക് മാത്രം കാണുക. അർജുനനോട് അമ്പെയ്യാൻ ഗുരു പഠിപ്പിച്ചപ്പോൾ നീ എന്ത് കാണുന്നു? മരം കാണുന്നു, ആയിട്ടില്ല, അമ്പെയ്യാനായിട്ടില്ല. നീ എന്ത് കാണുന്നു? ആ മരത്തിന്റെ ചില്ല കാണുന്നു, ആയിട്ടില്ല. ആ മരത്തിലിരിക്കുന്ന പക്ഷിയെ കാണുന്നു, ആയിട്ടില്ല. ആ പക്ഷിയുടെ കണ്ണ് കാണുന്നു, ഒക്കെ നിനക്കിപ്പോൾ അമ്പെയ്യാം. എന്തിനാണ് കണ്ണിനെ തന്നെ ഫോക്കസ് ചെയ്യാൻ പഠിപ്പിച്ചത്? അവരുടെ ഇര പക്ഷിയായിരുന്നു. ആ പക്ഷിക്ക് അമ്പേൽക്കുന്നത് കാലിനായിരുന്നുവെങ്കിൽ, ചിറകിനായിരുന്നുവെങ്കിൽ അതിന് പറക്കാൻ കഴിയില്ല. പക്ഷേ അതേതെങ്കിലും ഭാഗത്തേക്കൊക്കെ നീങ്ങാം. പക്ഷേ കണ്ണിന് തന്നെ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാ? അതിനെ അവിടെ നിന്ന് അനങ്ങാതെ നിർത്തണമെങ്കിൽ അതിന് പരിസരത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടണം. പരിസരത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടവരുടെ പ്രതികരണങ്ങളിൽ നമ്മളും ഉൾപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച ബോധം നമുക്ക് നഷ്ടപ്പെടും. ഐ റിപ്പീറ്റ്, പരിസരത്തെക്കുറിച്ച ബോധം നഷ്ടപ്പെട്ടവരുടെ പ്രതികരണങ്ങളിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മുടെ ജീവിതത്തിന്റെ പരിസരം നമുക്ക് നഷ്ടപ്പെടും. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ 2024 ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഓരോ നിമിഷവും അതിനെ അഫർമേഷൻ നടത്തുക. ഇന്നു മുതൽ ജീവിതത്തിൽ നിശബ്ദത പാലിക്കുവാൻ സമയം കൊടുക്കുക. ഇന്നു മുതൽ ജീവിതത്തിൽ പേഴ്സണൽ ടൈമിന് വാല്യൂ കൊടുക്കുക. ഇന്നു മുതൽ ജീവിതത്തിൽ പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ പുതിയ പരിശീലനങ്ങളല്ലേ ആവശ്യം, പുതിയ പഠനങ്ങളല്ലേ ആവശ്യം, പുതിയ ജീവിത രീതിയല്ലേ ആവശ്യം. നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറാവുക. നമ്മുടെ ഉള്ള് നമ്മളെ സ്വത്തപ്പെടുത്തിയത്, നമ്മളെ തീരുമാനിച്ചത്, നമ്മുടെ ആകത്തുകയുള്ള ജീവിതത്തിന്റെ സം ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്, നമ്മുടെ ശീലങ്ങളാണ്, നമ്മുടെ ജീവിതത്തിന്റെ സ്ട്രാറ്റജികളാണ്. ഇവയെ കുറിച്ചുള്ള ഒരു ഇവാലുവേഷന് വിധേയമാക്കുക. നമ്മൾ പുതിയ കാലത്ത് ജീവിക്കേണ്ട മാനസികാവസ്ഥയിലേക്ക് വളർന്നിട്ടുണ്ടോ? പുതിയ കാലത്ത് ജീവിക്കേണ്ട ജീവിത രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ? നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ നിലപാട്, നമ്മുടെ സന്തോഷം, റിലേഷൻഷിപ്പ്, എവിടെയാണ് നമ്മുടെ ഫോക്കസ്? എന്തിലാണ് നമ്മൾ ലൈഫിന് ഫോക്കസ് കൊടുക്കുന്നത്? നമ്മുടെ ഹാപ്പിനെസ് നഷ്ടപ്പെടാൻ കാരണം ആരാ? ചുറ്റുപാടിലുള്ളവർ, മറ്റുള്ളവരുടെ സംസാരങ്ങൾ, മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ. നമ്മുടെ ലൈഫിനെ കുറിച്ച്, ഹാബിറ്റിനെ കുറിച്ച്, പുതിയ സ്റ്റൈലിനെ കുറിച്ച്, പുതിയ ലെവലിനെ കുറിച്ച് മറ്റുള്ളവർ സംസാരിച്ചപ്പോൾ നമ്മൾ അതിനെ കൺവിൻസ് ചെയ്യാൻ നടന്നു. നമ്മൾ കറക്റ്റ്? നമ്മൾ അവരെ ബോധ്യപ്പെടുത്താൻ നടന്നു. നമ്മൾ ആരോടൊക്കെയാണോ നമ്മളെ കുറിച്ച് സംസാരിച്ചത് അവരോടൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്യിപ്പിക്കുവാൻ, അവർ പറഞ്ഞതല്ല ശരി എന്ന് ബോധ്യപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര സമയങ്ങൾ വേസ്റ്റ് ചെയ്തു. നമ്മൾ ആരെയും നമ്മുടെ ലൈഫിനെ കുറിച്ച് തിരുത്താൻ നടക്കരുത്. ലൈഫിനെ കുറിച്ച് തിരുത്തേണ്ടത് അവരുടെ സ്വയം ബോധത്തിൽ നിന്നാണ്. അവർക്ക് സ്വയം ബോധം വരുന്നില്ല എങ്കിൽ അവരങ്ങനെ വിശ്വസിച്ചു മരണപ്പെടട്ടെ. നമുക്കെന്താണ് നഷ്ടപ്പെടാനുള്ളത്? പക്ഷേ നമ്മുടെ ഫോക്കസ് നമ്മളിൽ നിന്ന് കൈവിട്ടു പോകരുത്. ഒരുപാട് ജോലി ചെയ്യലല്ല പുതിയ കാലത്തിന്റെ സൂത്രവാക്യവും വിജയത്തിന്റെ സമവാക്യവും, മറിച്ച് കുറഞ്ഞ ജോലി ചെയ്തുകൊണ്ട് കൂടുതൽ അച്ചീവ്മെന്റുകൾ നേടാൻ കഴിയുന്ന സിസ്റ്റമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പുതിയ തലങ്ങളിലൂടെ സഞ്ചരിച്ച്, ഇന്നലകളിലൂടെയല്ല, വഴികളിൽ നിന്നല്ല, പുതിയ വഴികളിലൂടെ സഞ്ചരിച്ച് പുതിയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധ്യമാവണം. അത് സാധ്യമാവണമെങ്കിൽ നമ്മൾ പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ തയ്യാറാവണം. ഞാൻ എന്താണ് അങ്ങനെ എന്ന ചോദ്യത്തിന് ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന ഉത്തരം പുതിയ കാലത്ത് ജീവിക്കാൻ പര്യാപ്തമായതല്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലത്ത്, അതിൽ നിന്നു മാറണം. 2024 നിങ്ങൾ തീവ്രമായി അഫർമേഷൻ നടത്തുക. ഇതെന്റെ ജീവിതത്തിന്റെ ടേണിങ്ങിന്റെ വർഷമാണ്, ഇതെന്റെ ലൈഫിന്റെ സമൃദ്ധിയുടെ വർഷമാണ്. ആരാണ് ലൈഫിൽ സമൃദ്ധി തീരുമാനിക്കുന്നത്? സമൃദ്ധി തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മുടെ ജീവിതം സമൃദ്ധമാവണോ എന്ന് നിശ്ചയിക്കേണ്ടത് നമ്മളാണ്. ആ ജീവിതത്തിന്റെ സമൃദ്ധി ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാവുക. ആരാണ് നമുക്ക് സമൃദ്ധി സമ്മാനിക്കുക? ദൈവമല്ല സമൃദ്ധി സമ്മാനിക്കുന്നത്, പരിസരമല്ല സമൃദ്ധി സമ്മാനിക്കുന്നത്, പേരൻസ് അല്ല സമൃദ്ധി സമ്മാനിക്കുന്നത്. ഇവർക്കൊക്കെ അതിൽ വലിയ റോളുണ്ട്. പക്ഷേ സമൃദ്ധിയുടെ മാനദണ്ഡം
നമ്മുടെ മാനസികാവസ്ഥയാണ്. നമ്മൾ ജീവിക്കുന്നത് സമൃദ്ധമായ തലത്തിലാണോ എന്നതിന്റെ മാനദണ്ഡം നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ താക്കോൽ മറ്റൊരാളുടെയും കൈകളിൽ ഏൽപ്പിക്കാതിരിക്കുക, അത് നമ്മുടെ കയ്യിൽ തിരിച്ചു വാങ്ങാൻ ഈ ജനുവരി 1 നമ്മൾ തീരുമാനിക്കുക. അതാണ് ലൈഫിന് വേണ്ടി നമ്മൾ ഏറ്റെടുക്കേണ്ട ഒന്നാമത്തെ സ്ട്രാറ്റജി. എന്റെ ജീവിതത്തിന്റെ താക്കോൽ എന്റെ കയ്യിലാണ്. എന്റെ ജീവിതം വിജയിച്ചാലും പരാജയപ്പെട്ടാലും അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. ഞാൻ ആരോഗ്യവാനായാലും ആരോഗ്യമില്ലാത്തവനായാലും അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. എന്നിട്ട് നമ്മൾ എന്താ പഴിചാരിയ? ഫുള്ള് ഹോട്ടൽ ഭക്ഷണമാണ്, ഫുള്ള് യാത്രയാണ്, ഫുള്ള് പുറത്താണ്, എക്സസൈസ് ചെയ്യാൻ സമയമില്ല, ജീവിതത്തിൽ ഒന്നിനും നേരമില്ല. ആരാണ് നമ്മുടെ ഉത്തരവാദിത്തം? ആരുടെ കൈകളിലാണ് നമ്മൾ ഏൽപ്പിച്ചത്? നമ്മുടെ ജീവിതത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആ മാന്ത്രിക വടി മറ്റൊരാളുടെയും കൈകളിൽ നൽകാതിരിക്കുക. അതെവിടെയെങ്കിലും ചോർന്നു പോയിട്ടുണ്ട് എങ്കിൽ അതിനെ തിരിച്ചു പിടിക്കുക. രണ്ടാമത്തേത്, നമ്മുടെ ആരോഗ്യത്തിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണ് എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തേത്, പുതിയ കാലത്ത് ജീവിക്കണമെങ്കിൽ മാറ്റത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. പുതിയ കാലത്ത് ജീവിക്കണമെങ്കിൽ മാറ്റത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. നമ്മളിലുള്ള മാറ്റമല്ല, പരിസരത്തിന്റെ മാറ്റം, ചുറ്റുപാടിന്റെ മാറ്റം, കാലത്തിന്റെ മാറ്റം, ടെക്നോളജിയുടെ മാറ്റം, കണ്ടുപിടുത്തങ്ങളുടെ മാറ്റം, ഈ മാറ്റങ്ങളിൽ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക. കാരണം നമ്മൾ ബിസിനസ്സുകാരാണ്. മൈൻഡ് റീ എഞ്ചിനീയറിംഗിൽ അതിന്റെ ഓൺലൈൻ സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു, ബിസിനസ് 100 കിലോമീറ്റർ വേഗതയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ് 100 കിലോമീറ്റർ വേഗതയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നിയമങ്ങൾ 1 കിലോമീറ്റർ വേഗതയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ 20 കിലോമീറ്റർ വേഗതയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ്സിലുള്ള മാറ്റം സ്വീകരിക്കുവാൻ അതിനനുസരിച്ചുള്ള ജീവിത പരിസരം നേടിയേ പറ്റൂ. നിയമങ്ങളുടെ കൂടെ മാറിയാൽ പോരാ, സർക്കാരിന്റെ കൂടെ മാറിയാൽ പോരാ. ബിസിനസ്സുകാർ അവർ കാലത്തിന്റെ മാറ്റൊലികൾ കേട്ട് കാലത്തിന്റെ മാറ്റൊലികൾക്കനുസരിച്ച് മാറുവാൻ തയ്യാറാവണം. ആ തയ്യാറെടുപ്പ് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഒരു സർക്കാരും ഒരു ഭരണകൂടവും ഒരു സിസ്റ്റവും മുഴുവൻ മാറിയിട്ട് നമ്മൾ മാറാമെന്ന് തീരുമാനിച്ചാൽ ആ മാറ്റം ഈ ജീവിതത്തിൽ സാധ്യമാണ്. പക്ഷെ ആ ജീവിതം കൊണ്ട് വിജയം സാധ്യമല്ല. ജീവിതം കൊണ്ട് വിജയം സാധ്യമാവണോ? കാലത്തിന്റെ മുന്നേ സഞ്ചരിക്കുവാൻ തയ്യാറാവണം. കാലത്തിന്റെ മുന്നേ സഞ്ചരിച്ചവർ മാത്രമേ മറ്റുള്ളവർക്ക് വഴികാട്ടിയായിട്ടുള്ളൂ. മറ്റുള്ളവർ നടന്നു പോവാൻ മടി കാണിച്ച, പേടിപ്പെട്ട, നടന്നു പോവേണ്ടതാണ് എന്ന് തിരിച്ചറിയാത്ത വഴികളിലൂടെയാണ് കാലത്തിന് മുന്നിൽ സഞ്ചരിച്ച് ബിസിനസ് രംഗത്തെ അധികായന്മാർ ജീവിച്ചത്. ചരിത്രം സൃഷ്ടിച്ചവരെല്ലാം സഞ്ചരിച്ചത് മറ്റുള്ളവർ സഞ്ചരിച്ച വഴികളിലൂടെയല്ല, മറ്റുള്ളവർ സഞ്ചരിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കാത്ത വഴികളിലൂടെയാണ്. മറ്റുള്ളവർ സഞ്ചരിക്കാൻ മടി കാണിച്ച വഴികളിലൂടെയാണ്. മറ്റുള്ളവർ സഞ്ചരിക്കാൻ പേടി കാണിച്ച വഴികളിലൂടെയാണ്. ഇന്ന് പലരുടെയും മെസ്സേജുകൾ വരുന്നുണ്ട്, ഞങ്ങൾക്കിത് തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നുള്ളത്, ഞങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയാൻ വൈകിപ്പോയി എന്നുള്ളത്. കാരണം എന്താ? അവർ ഇപ്പോഴും മനസ്സിലാക്കുന്നു പലതുമാണ് ബിസിനസ് എന്നുള്ളത്. അവരിപ്പോഴും ചിന്തിക്കുന്നു പലതുമാണ് ബിസിനസ് എന്നുള്ളത്. കാരണം എന്താ? ഗൾഫിലേക്ക് പോയ സമയത്ത് അതായിരുന്നു ബിസിനസ്. ഞാൻ ബിസിനസ് കണ്ട കാലത്ത് അതായിരുന്നു ബിസിനസ്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ആ ഉണ്ടാക്കിയത് വിൽക്കുന്നതാണ് ബിസിനസ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലം മാറി പുതിയ കാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ കാലത്തിനനുസരിച്ച് കാലത്തിന്റെ മാറ്റത്തിന്റെ കാലൊച്ചകൾ കേൾക്കുവാൻ നമ്മൾ തയ്യാറാണോ? 2024 നമ്മുടെ വർഷമാണ്. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ചുറ്റുപാടിൽ നിന്നുള്ള ഫോക്കസ് നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ബന്ധങ്ങളെ ഉപേക്ഷിക്കുക. നിങ്ങളുടെ അൺവാണ്ടഡ് റിലേഷൻഷിപ്പിനെ ഉപേക്ഷിക്കുക. അൺവാണ്ടഡ് പ്ലാറ്റ്ഫോമുകളെ ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് നെഗറ്റീവുകൾ മാത്രം സമ്മാനിക്കുന്ന കോണ്ടാക്റ്റുകളെ ബ്ലോക്ക് ചെയ്ത് വെക്കുക. നെഗറ്റീവ് മാത്രം സമ്മാനിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് എക്സിറ്റ് ആവാൻ തയ്യാറാവുക. നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വപ്നത്തെ ക്രഷർ ചെയ്യുന്ന ബാഡ് റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങാൻ തയ്യാറാവുക. അത് മാറാത്തിടത്തോളം ഇവിടെ നിന്ന് 1 മണിക്കൂർ കേൾക്കുന്ന പോസിറ്റീവായ എനർജിക്കപ്പുറം 7 മെസ്സേജുകളിൽ നിന്ന് വരുന്ന സിംഗിളായ ചെറിയ വീഡിയോകളും മെസ്സേജുകളും നിങ്ങളുടെ ജീവിതത്തെ
ഇന്നലകളിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇതൊരു തീരുമാനത്തിന്റെ ദിവസമാണ്. പുതിയ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ദിവസമല്ല. ആവർത്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള ദിവസമല്ല. ഒരിക്കലെടുത്ത തീരുമാനം ഒരു തീരുമാനം വീണ്ടും എടുക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തെ അനുവദിക്കില്ല എന്ന് തീരുമാനിക്കാനുള്ള ദിവസമാണ്. ആ തീരുമാനത്തിന്റെ ദിവസം എവിടെ നിന്ന് വരണം? ജീവിതത്തിന് ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം. ആ സ്ട്രാറ്റജിയിൽ ഒന്നാമത്തേത്, എന്റെ ജീവിതത്തിന്റെ താക്കോൽ എന്റെ കയ്യിലാണ്. ആ സന്തോഷം, ആ സമൃദ്ധി, ആ സമാധാനം, അതിന്റെ തീരുമാനങ്ങൾ ആരുടെയും കൈകളിൽ ഏൽപ്പിക്കുവാൻ ഞാൻ തയ്യാറല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. പേഴ്സണൽ ടൈം നൽകുക, അതിനുവേണ്ടി അഫർമേഷൻ നടത്തുക. 2024 ഞാൻ 10 തീരുമാനങ്ങൾ എടുത്തിട്ടാണ് ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. 10 പുതിയ തീരുമാനങ്ങൾ 2024 ഡിസംബർ 20 ആകുമ്പോഴേക്ക് ആ 10 ഞാൻ നടപ്പിലാക്കുമെന്ന് ഉറച്ചു തീരുമാനിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പലരും തീരുമാനങ്ങൾ എടുക്കുന്നു, പിറ്റേ ദിവസം മുതൽ ആ തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. നെവർ നെവർ നെവർ, ഒരിക്കലും അതിനെടുക്കരുത്. ജനുവരി 1 പുതിയ ശീലം തുടങ്ങേണ്ട സമയമല്ല. ജനുവരി 1 നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുത്താൽ ആ തീരുമാനത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. അതിനുശേഷമേ നിങ്ങൾ അതിന് തയ്യാറാകാവൂ. ഒരു സർക്കസിൽ 50 വളയങ്ങൾ ശരീരത്തിലിട്ട് വളച്ച് നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അവളുടെ നൃത്തം ആരംഭിക്കുന്ന സമയത്ത് 50 വളയവും അവളുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. അവൾ അവിടെ നിൽക്കും, വളയം മുഴുവൻ നിലത്തായിരിക്കും. ശരീരം മാത്രം ഒന്ന് ബാലൻസ് ചെയ്യും, ഒന്ന് മാത്രം റൊട്ടേറ്റ് ചെയ്യും. ഓരോ വളയങ്ങൾ ഓരോന്നോരോന്നായി അത് ശരീരത്തിലേക്ക് സ്വീകരിക്കും. ഫുൾ സ്വിങ്ങിലെത്താൻ സമയമെടുക്കും. Am I correct? ഫുൾ സ്വിങ്ങിലെത്താൻ സമയമെടുക്കും. ആ സമയം നമ്മൾ ജീവിതത്തിന് നൽകുക. ജനുവരി 1 തീരുമാനമെടുത്ത് ജനുവരി 2 മുതൽ നടപ്പിലാക്കിയാൽ ജനുവരി 8 ആകുമ്പോഴേക്ക് ആ തീരുമാനങ്ങൾ നിങ്ങളിൽ നിന്ന് പമ്പ കടന്നിരിക്കും. 95% ആളുകളും എടുത്ത തീരുമാനങ്ങൾ 10 ദിവസത്തിനകം എക്സിറ്റ് ചെയ്യുന്നവരാണ്. കാരണം ഒരു പുതിയ പാറ്റേൺ ഒരു ദിവസം കൊണ്ട് നിർമ്മിക്കുവാൻ കഴിയുന്നതല്ല. അതിന് നിരന്തരമായ വഴികളുണ്ട്. ഇതുവരെ വർഷങ്ങളായി ഒരാൾ ചെയ്ത കാര്യം ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാണ് എങ്കിൽ പിന്നെ മനസ്സിന് എന്തു പ്രസക്തിയാണുള്ളത്? മൈൻഡ് സെറ്റിന് എന്തു പ്രസക്തിയാണുള്ളത്? നിങ്ങളുടെ ലൈഫിന് എന്തു പ്രസക്തിയാണുള്ളത്? അതുകൊണ്ട് നമ്മൾ അതിന് സമയം കൊടുക്കുക. ചുവടുകളായി പടിപടിയായി പുതിയ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ഒരു 21 ദിവസത്തെ പ്ലാനുകൾ ഉണ്ടാക്കുക. 21 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പൂർത്തീകരിക്കുവാൻ ഫുൾ സ്വിങ്ങിലേക്ക് എത്തിയാൽ ഒരു സർവീസ് റോഡിൽ നിന്ന് ഒരു ഹൈവേയിലേക്ക് നമ്മൾ പ്രവേശിച്ച വേഗതയിൽ പിന്നീട് സഞ്ചരിക്കുവാൻ കഴിയും. സഞ്ചരിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ലൈഫിനെ സിസ്റ്റമാറ്റിക് ആക്കി മാറ്റുക. ഒരു വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു, ജീവിതത്തിന്റെ താക്കോൽ 2024 ഹയർ ചിയൻസിനെ സംബന്ധിച്ച് സമൃദ്ധിയുടെ വർഷമാണ്. ആ സമൃദ്ധി നമ്മുടെ കയ്യിലാണുള്ളത്. നാടിന്റെ കയ്യിലല്ല, പരിസരത്തിന്റെ കയ്യിലല്ല, മറ്റുള്ളവരുടെ കൈകളിലല്ല, മാനേജ്മെന്റിന്റെ കൈകളിലല്ല, നമ്മുടെ കൈകളിലാണ്. ആ സമൃദ്ധി സ്വീകരിക്കുവാൻ തയ്യാറാവുക. ഇന്ന് ജനുവരി 1 സമൃദ്ധിയുടെ ആദ്യ ചുവടുകൾ നമ്മിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. സന്തോഷത്തിന്റെ പുതിയ വകകൾ നമ്മിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. ഇന്ന് മുതൽ പുതിയ ഒരു പ്രയാണമാണ്. ഏതാണ് ആ പുതിയ പ്രയാണം? ഒരു റീബർത്താണ്. ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഒരു റീബർത്തിന്റെ ദിനമാണ് 2024 ജനുവരി 1. 10 ദിവസത്തേക്കുള്ള റീബർത്ത് അല്ല, അത് മറ്റുള്ളവരുടെ ആക്ഷേപം മാത്രമാണ്. 10 ദിവസത്തേക്കുള്ള റീബർത്ത് അല്ല, ഒരു പുതിയ കാലത്തിലേക്കുള്ള റീബർത്ത്. വേഗതയിൽ, അതിവേഗതയിൽ സഞ്ചരിക്കുവാനുള്ള റീബർത്ത്. ഇന്ന് മുതൽ പുതിയ വേഗതയുടെ ലോകത്തേക്ക് ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ സഞ്ചരിക്കുകയാണ്. നിങ്ങൾക്ക് ആ സഞ്ചാര വഴിയിൽ കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഒരു പുതിയ ഹൈവേയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ആ സെൻട്രൽ ട്രാക്കിൽ സ്ലോവിൽ നിന്നാൽ പിറകെ വരുന്ന വേഗതയേറിയ വാഹനം നിങ്ങളെ ഇടിച്ച് തമർത്ത് ഇല്ലാതാക്കുക തന്നെ ചെയ്യും. ഒന്നെങ്കിൽ നമ്മൾ വഴിയരികിലേക്ക് മാറ്റപ്പെടും, അല്ലെങ്കിൽ നമ്മൾ അതിവേഗതയിൽ സഞ്ചരിക്കുവാൻ പ്രാപ്തരായി മാറണം. ഏതാണ് തീരുമാനം? നമ്മുടേതാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഒരാളുടെയും തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കരുത്. നമ്മുടെ തീരുമാനങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിന്റെ വാക്കുകളെ സ്വാധീനിക്കുവാൻ
നമ്മൾ അനുവദിക്കുകയും ചെയ്യരുത്. ഇന്നൊരു പുതിയ ചുവടുവെപ്പിന്റെ ദിവസമാണ്. ഇനി മുതൽ എന്റെ ജീവിതം എന്റെ കൈകളിൽ ഭദ്രമാണ്, ഒരാൾക്കും അതിന്റെ ചെങ്കോൽ കൈമാറുവാൻ ഞാൻ തയ്യാറല്ല എന്ന് ഉറച്ചു തീരുമാനിക്കുവാൻ നമുക്ക് സാധ്യമാണോ? നമുക്ക് പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കും, പുതിയ വഴികൾ നേടിയെടുക്കുവാൻ സാധിക്കും. 2023 വിന്നേഴ്സ് വേൾഡ് തുടങ്ങുമ്പോൾ 60 ആളുകളും 70 ആളുകളും ഒക്കെയായി 100 ആളുകളുടെ പ്ലാറ്റ്ഫോമിൽ അവിടെ സംസാരിക്കുമ്പോൾ 2024 ജനുവരി 1 1000 ആളുകളുടെ പ്ലാറ്റ്ഫോമിൽ 300-ലധികം ആളുകളുമായി സംസാരിക്കുമ്പോൾ അതിന്റെ സഞ്ചാര വഴികൾക്ക് ചില സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. 1000 ആളുകളുടെ പ്ലാറ്റ്ഫോം തുടങ്ങിയാൽ അതിനൊരിക്കലും റെപ്യൂട്ടേഷൻ ലഭിക്കുമായിരുന്നില്ല. അതിന് ചില മാറ്റത്തിന്റെ ചുവടുവെപ്പുകളുണ്ട്. അതിന് ചില കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ, ആളുകളുടെ മനസ്ഥിതി മാറിയെടുക്കുവാൻ സമയം നൽകേണ്ടതുണ്ട്. എന്താണ് വിന്നേഴ്സ് വേൾഡ് സമ്മാനിച്ചത്? അത് ഏതൊരു ടീമിൻ്റെതാണ് എന്ന് നോക്കുന്ന ഒരു സൂമിന്റെ ലിങ്ക് കണ്ടാൽ ആ സൂമിന്റെ ലിങ്ക് അത് ഷെയർ ചെയ്തവരാരാണ്, അതിൽ സംസാരിക്കുന്നത് ഫോട്ടോ ആരുടേതാണ് എങ്കിൽ ഇത് ആ ടീമിൻ്റെതാണ്, ആ ടീമിലേക്ക് ആളെ കൂട്ടാനുള്ളതാണ് എന്ന ചിന്തയായിരുന്നു ഹൈറിച്ചിയൻസിന്റെ ആയിരങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് എങ്കിൽ അല്ല, അതല്ല എന്ന പുതിയ വഴി ബോധ്യപ്പെടുത്തുവാൻ ഒരു സമയം ആവശ്യമുണ്ടായിരുന്നു. ആ സമയം ഒരു വർഷത്തിന്റെ പകുതിയാണ്. 180 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന്റെ പകുതിയാണ് വിന്നേഴ്സ് വേൾഡ് അതിനു വേണ്ടി ചിലവഴിച്ചത്. അതാണ് ഒരു മാർക്കറ്റിങ്ങിന്, ഒരു ട്രസ്റ്റ് ക്രിയേഷന് വേണ്ടി സ്വീകരിക്കുവാൻ നമുക്കെടുത്ത സമയം. ഒരു മാർക്കറ്റിങ്ങിന്, ഒരു ട്രസ്റ്റ് ക്രിയേഷന് വേണ്ടി സ്വീകരിക്കുവാൻ നമ്മളെടുത്ത സമയം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് ഇപ്പോഴും ചില പ്ലാനുകളുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ആ പ്ലാൻ ഇപ്പോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണോ? അല്ല. നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രോജക്റ്റുകളും അതിന്റെ 1 മാസം മുൻപ് പ്ലാൻ ചെയ്തതാണോ? അല്ല, അതിന്റെ വർഷങ്ങൾക്ക് മുൻപേ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ മാനേജ്മെന്റ് മീറ്റിംഗിൽ പറയാറുണ്ടായിരുന്ന ചില കാര്യമുണ്ടായിരുന്നു, ഇതിലപ്പുറമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ അത് നിങ്ങളുമായി സംസാരിക്കാത്തത്. ഇപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. ഒരു ചെറിയ കുഞ്ഞ് നമ്മുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുമ്പോൾ അതിന് ഒരു മിഠായി കൊടുത്തു, ഒരു കൈ കാണിച്ചു. മിഠായികളുടെ എണ്ണം കൂടുമ്പോൾ കൂടുതലായി 2 കൈയിൽ നിന്ന് വീണു പോകുമ്പോഴും അതൊരു കൈ പിടിച്ച് നിലത്തുള്ളത് പൊറുക്കാൻ ശ്രമിക്കും. കാരണം എന്താ? ഒന്നും നഷ്ടപ്പെടാതിരിക്കുവാൻ ലൈഫിൽ ചില സ്ട്രാറ്റജികൾ വേണം. അതിന് ചില സമയ ദൈർഘ്യം അനിവാര്യമാണ്. ആ സമയ ദൈർഘ്യമായിരുന്നു കമ്പനി ഇന്ന് വരെ ചെയ്ത ഓരോ അപ്ഡേഷനും. മറിച്ച് ഈ കൊണ്ടുവന്ന മുഴുവൻ പ്രോജക്റ്റും ഒരേ സമയത്ത് ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടോ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടോ അല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അതിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കമ്മ്യൂണിറ്റിക്ക് ആക്സെപ്റ്റൻസ് കൂടുതലാക്കാൻ വേണ്ടിയായിരുന്നു. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് പുതിയ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ വീട്ടിൽ കേട്ടാൽ, നാട്ടിൽ കേട്ടാൽ, സൗഹൃദത്തിൽ കേട്ടാൽ ആരാണ് അതിനെ കൂടുതൽ വേഗതയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത്, കൂടുതൽ വേഗതയിൽ അതിനെ വിശ്വസിക്കുന്നത്? അതിനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പുതിയ കാലത്ത് ജീവിക്കുവാൻ സാധിക്കൂ, പുതിയ കാലത്ത് വിജയിക്കുവാൻ സാധിക്കൂ. അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക, മാറ്റത്തെ ഏറ്റവും വേഗതയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. പുതിയ കാലത്തിന് സോഷ്യോളജി നൽകിയ നാമം വൂക്ക വേൾഡ് എന്നുള്ളതാണ്. വൂക്ക, നമുക്കത് തുടർനാളുകൾ നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം. വൂക്ക വേൾഡ് എന്ന് പറഞ്ഞാൽ ഏതൊരു മാറ്റത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴേക്ക് ആ മാറ്റം മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അത്ര വേഗതയിൽ. എന്നിട്ടും ചില ആളുകൾ പറയുകയാണ് മാറ്റം മാത്രമാണ് മാറാത്തത് എന്ന്. ആ കാലം കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. മാറ്റമാണ് ഏറ്റവും വേഗതയിൽ മാറിക്കൊണ്ടായിരിക്കുന്നത്. അതിവേഗതയിൽ മാറുന്ന മാറ്റത്തിന്റെ കൂടെ സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എന്ന്. അതാണ് പുതിയ കാല ജീവിതത്തിന്റെ വിജയത്തിന്റെ സൂത്രവാക്യം. ആ സൂത്രവാക്യം ഏറ്റെടുക്കുവാൻ ഓൾ പ്രൊഫഷണൽ ഹൈറിച്ചിയന് സാധ്യമാവട്ടെ. പുതിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. എടുത്ത തീരുമാനങ്ങൾ ഒരിക്കൽ കൂടി എടുക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തുക. ജീവിതത്തിന്റെ താക്കോൽ കയ്യിൽ സൂക്ഷിക്കുക. ഇത് സമൃദ്ധിയുടെ വർഷമാണ്. ആ സമൃദ്ധിയുടെ അവകാശം മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കാതിരിക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്താൻ തയ്യാറാവുക. നിങ്ങളുടെ എല്ലാ പ്രീവിയസ് എക്സ്പീരിയൻസിനെയും മറന്നു കളയുക, എല്ലാ അഫർമേഷനെയും മറന്നു കളയുക, എല്ലാ പരിസരത്തിന്റെ ഇമ്പാക്റ്റിനെയും മറന്നു കളയുക. എങ്കിൽ
റീബർത്ത് നമുക്ക് സാധ്യമായതാണ്. റീബർത്ത് നമുക്കും സാധ്യമാണ്. ജനുവരി 1 ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ റീബർത്ത് ദിനമാണ്. നിങ്ങൾക്കും ആ റീബർത്ത് വേണോ? ഇന്നലകളെ മറക്കാൻ ശ്രമിക്കുക. ഇന്നലകളെ അനുഭവങ്ങളെ മറക്കാൻ ശ്രമിക്കുക. ഇന്നലകളിലെ പരാജയങ്ങളെ മറക്കാൻ ശ്രമിക്കുക. പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ തയ്യാറാവുക. പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ മനസ്സൊരുങ്ങിയതിനു ശേഷം മാത്രം തീരുമാനമെടുക്കുക. തീരുമാനമെടുത്തതിനു ശേഷം മാത്രം അതിന്റെ വഴികളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിർണയിക്കുക. അവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ മനസ്സൊരുങ്ങിയതിനു ശേഷം മാത്രം പുതിയ വഴികളിലേക്ക് കടക്കുവാൻ തയ്യാറാവുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഓൾ. അതായത് ഈ പുതുവർഷത്തിൽ നമ്മൾ എടുക്കേണ്ടത് ഒരു മാറ്റം അല്ലെ? നമുക്ക് വേണ്ടത് അതാണല്ലോ, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ലൈഫിൽ വളരെ ഒരു മാറ്റം. എന്തായാലും ഹൈറിച്ച് അതിനു വേണ്ടി നമുക്കൊരു അവസരമായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുക. പിന്നെ ഇവിടെ ഞാനും പറഞ്ഞ സാറുമർ ഒരേ ഒരു കാര്യം മാത്രം, സെൽഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയാൻ, നമ്മുടെ ജീവിതത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. അതിനൊരു മാറ്റം ഉണ്ടാവരുത്. അത് നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങേണ്ടത്. എന്തായാലും 2024 മിറാക്കുലസ് ഇയർ തന്നെ ആയിരിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതിനു വേണ്ട കാര്യങ്ങൾ വിന്നേഴ്സ് വേർഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പ്രയത്നമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ എന്താ പറയാ, അവസരങ്ങൾ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല അല്ലെ? ഹൈറിച്ച് നമുക്ക് നല്ലൊരു അവസരം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രയത്നിക്കണം. പ്രയത്നിച്ചാൽ മാത്രമാണ് നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഒരാളെയും കൂടെ വിളിക്കുകയാണ്, നമ്മുടെ ഡോൺ സാറിനെ വിളിക്കുകയാണ്. ഇന്ന് ഈ പുതുവത്സരത്തിൽ, ഈ ദിനത്തിൽ അദ്ദേഹത്തിന് നമുക്ക് തരാനുള്ള മെസ്സേജ് എന്താന്ന് കേൾക്കാം. പ്ലീസ് വെൽക്കം ഡോൺ സാർ. പ്രിയപ്പെട്ട എൻ്റെ എല്ലാ പാർട്ട്നേഴ്സിനും നമസ്കാരം. വിന്നേഴ്സ് വേൾഡിന്റെ മറ്റൊരു പുതിയ ദിവസം. ഈ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. കാരണം നിങ്ങൾ ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന ആദ്യത്തെ സൂം മീറ്റിംഗ് ആണിത്. 2024 ആദ്യത്തെ സൂം മീറ്റിംഗ്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഈ ക്യാമറ നമ്മൾ ഓപ്പൺ ആക്കിയപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കണ്ടതും അതുതന്നെയാണ്. എന്നാൽ ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു വർഷം 365 ദിവസമാണെങ്കിൽ ഇന്ന് 366ാമത്തെ ദിവസമാണ്. ഈ 366ാമത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത് 2024 366 ദിവസം ഉണ്ട് എന്നതാണ്. കാരണം 2024 ഒരു ലീപ്പ് ഇയർ വർഷമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ ഈ 1-ാം തീയതി എന്ന ദിവസത്തിന് മുമ്പിലേക്ക് 365 ദിവസവും 2023 365 ദിവസവും ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ നടുക്കാണ്. ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ ചെകുത്താനും കടലിനും നടുക്കാണെന്ന് ചില ആളുകൾ പറഞ്ഞേക്കാം. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്, ഞാനിപ്പോൾ ചെകുത്താന്റെയും കടലിന്റെയും നടുവിലാണ്. ഒരുപക്ഷെ ചെകുത്താന് തുല്യമായ ഒരു വലിയ നാളുകൾ കഴിഞ്ഞ പാസ്റ്റിൽ നമുക്കുണ്ടെങ്കിൽ, 2023 നമുക്കുണ്ടെങ്കിൽ, മുന്നിലുള്ള കടല് അത് സമൃദ്ധിയുടെ കടലാണെന്ന് ചിന്തിക്കുക. മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറായിക്കൊണ്ട് ഇന്ന് ഒരു പുതിയ ദിനം, പുതിയ വർഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മനസ്സിൽ പിടിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആശയം, പുതിയ വർഷം എന്നത് അതൊരു അവസ്ഥ മാത്രമാണ്. ഐ റിപ്പീറ്റ്, പുതിയ വർഷം എന്നത് ഒരവസ്ഥ മാത്രമാണ്. കാരണം ഡേറ്റുകൾ, വർഷങ്ങൾ, മാസങ്ങൾ കലണ്ടറിൽ മാത്രമേ മാറുന്നുള്ളൂ. am I right? ഡേറ്റുകളും വർഷങ്ങളും മാസങ്ങളും കലണ്ടറിൽ മാത്രമേ മാറുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകളും നമ്മുടെ സാഹചര്യങ്ങളും ഒരു തുടർച്ചയാണ്. ഒരിക്കലും എവിടെയോ വായിച്ചു കേട്ടത്, ചേഞ്ച് ഈസ് നോട്ട് ആൻ ഇവന്റ്, ഇറ്റ്സ് എ പ്രോസസ് എന്നാണ്. അതായത് പലർക്കും ഒരു ഇവന്റ് മാത്രമാണ് ന്യൂ ഇയർ. പക്ഷെ മനസ്സിലാക്കുക, ഇതൊരു തുടർച്ചയാണ്. ഇന്നലെയിൽ നിന്നും ഇന്നത്തേക്കും, ഇന്നത്തെ ദിവസത്തിൽ നിന്നും നാളത്തേക്കുമുള്ള ഒരു തുടർച്ച മാത്രമാണ്. ഈ ദിവസത്തിൽ നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അതാണ് നിങ്ങളുടെ അടിസ്ഥാനം. കലണ്ടറിൽ മാറുന്ന ദിവസങ്ങളിൽ നോക്കി ആഘോഷിക്കുവാനും പടക്കങ്ങൾ പൊട്ടിക്കുവാനും ലോകം മുഴുവൻ തയ്യാറാകുമ്പോൾ ചിന്തിക്കേണ്ടത് ഇന്നലെയിൽ നിന്നും നമ്മൾ ഇന്നത്തേക്ക് എന്ന ദിവസത്തിലേക്ക് കടന്നു എന്ന് മാത്രമാണ്. നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ ഉത്കണ്ഠകളും എല്ലാം നമ്മുടെ ഇന്നലത്തിൽ നിന്നും ഇന്നത്തെ ദിവസത്തേക്ക് കൊണ്ടുവന്നു. പക്ഷെ നമ്മൾ കണ്ടില്ല. കാരണം എന്താണ്? വരാൻ പോകുന്ന വർഷം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ വലിയ ആശയങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും എന്ന വിശ്വാസമാണത്. അതുകൊണ്ട് നമ്മൾക്കൊന്ന് ചിന്തിക്കാം, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ദിവസത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. സംസാരം നേരത്തെ വളരെ വ്യക്തമായി പറഞ്ഞു തന്ന പോലെ വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കാരണം ഇന്ന് ഞങ്ങൾക്കും അഭിമാനമുണ്ട്, വിന്നേഴ്സ് വേൾഡ് അതിന്റെ phase 3 കടന്നിരിക്കുന്നു. കഴിഞ്ഞ 2 ഫേസിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു.
ഒരു ബിസിനസ്മാന് വേണ്ടത് ബിസിനസ് സ്ട്രാറ്റജികൾ മാത്രമല്ല, മറിച്ച് അവന്റെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ ചിന്തകൾ അതുകൊണ്ട് മനസ്സ് മാറിയാൽ നമ്മൾ മാറും എന്ന ആ സത്യം നമ്മൾ ഫേസ് 2 കടന്നു വന്നപ്പോൾ ചിന്തിച്ചു. എന്നാൽ അതിനും അപ്പുറം എന്താണ് ഫേസ് 3 നിങ്ങൾക്കായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വരുന്ന ആളുകളിൽ നമുക്കത് ആസ്വദിക്കാൻ കഴിയും. ഫേസ് 3 കടന്നു വരുന്ന ഓരോ പ്രോഗ്രാമുകളും വളരെ കൃത്യതയോടുകൂടി നിങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന മോഡ്യൂൾസുകൾ, അതിൽ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് നിങ്ങൾ വിധേയരാകും എന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇനി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂ ഇയർ? ഓരോ വർഷവും നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ 2021 നിന്നും 2022 വന്നു, അതിൽ നിന്നും 23 വന്നു, ഇപ്പോൾ 24 വന്ന് നിൽക്കുകയാണ്. എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്? ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു ന്യൂ ഇയർ ആയിരിക്കണം. പലപ്പോഴും ആഘോഷങ്ങൾക്കൊടുവിൽ ഈ ഒരു 1-ാം തീയതി മാറി 2-ാം തീയതി ആകുമ്പോൾ 31 നിന്നും 2-ാം തീയതിയുമായിട്ട് യാതൊരു വ്യത്യാസവും 1-ാം തീയതിക്ക് സൃഷ്ടിക്കാൻ കഴിയാതെ വരുമ്പോൾ, അത് നേരത്തെ സമസാറ് പറഞ്ഞതുപോലെ എടുക്കുന്ന തീരുമാനങ്ങൾ കേവലം എഴുതി വെച്ചത് കൊണ്ട് മാത്രം അത് അവിടെ ഒതുങ്ങിപ്പോകുന്നു. അത് തീരുമാനം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് മനസ്സിൽ പിടിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് 21 ദിവസത്തെ സമയം നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ, 366 ദിവസങ്ങളിലെ 21 ദിവസം നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ, ഒരുപക്ഷെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. കാരണം നമ്മളുടെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഓരോ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതാണ് ചോദ്യം. ഓരോ പുതിയ വർഷമായാലും പുതിയ തീരുമാനങ്ങളായാലും എടുക്കുമ്പോൾ ആ തീരുമാനം എടുത്ത തീരുമാനമാവുകയും അത് മുന്നോട്ട് വരുമ്പോൾ പ്രവർത്തിക്കാൻ കഴിയാത്ത തീരുമാനമായി പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കലണ്ടറിൽ മാറിയ ദിവസം, കലണ്ടറിൽ മാറിയ വർഷം എന്നതിനപ്പുറം നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ച്, ഒരു റിയാലിറ്റിയെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കാം. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമുക്ക് നീങ്ങാൻ കഴിയുമ്പോഴാണ് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളെ മറികടക്കാൻ കഴിയുക. കൊട്ടിഘോഷിക്കുന്ന പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ട് ഇന്നലത്തെ രാത്രികളിൽ എല്ലാ വീടുകളിലും ആ ഒരു പുതിയ വർഷത്തെ വരവേറ്റപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, യഥാർത്ഥത്തിൽ എനിക്ക് ഇത് ന്യൂ ഇയർ ആണോ എന്നതാണ്. നമ്മളെല്ലാവരും ഈ ഒരു വിഷയത്തിൽ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ ഈ ഒരു മാറ്റത്തെ കേവലം ഈ ഒരു ദിവസത്തിലേക്ക് മാത്രം ഒതുക്കാതെ വരാനിരിക്കുന്ന 366 ദിവസം കൊണ്ടും എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ആശയത്തെ മനസ്സിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അതിനുവേണ്ടി ഇന്ന് തയ്യാറെടുക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇന്ന് എഴുതി വെക്കുക. എഴുതി വെക്കുന്നത് കേവലം പേപ്പറിലല്ല, നിങ്ങളുടെ ഹൃദയത്തിലായിരിക്കണം. അതിനെ ഡെയിലി അഫർം ചെയ്യുക. അഫർമേഷൻ നിങ്ങളിലേക്ക് തരുന്നത് ഈ പറയുന്ന ചിന്തകളെ മാറ്റാനുള്ള ഒരു പ്രേരണ തന്നെയാണ്. പലപ്പോഴും ഇത്തരത്തിൽ ആശയങ്ങൾ എഴുതി വെച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് പറ്റുക എന്താണ്? ഞങ്ങൾ എഴുതി വെക്കുന്ന ദിവസം, ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ജൂൺ 1 തങ്ങളുടെ ബാഗ് തയ്യാറാക്കുന്നത് പോലെയാണ്. മനോഹരമായ പേപ്പറിട്ട് പൊതിഞ്ഞ നെയിം സ്ലിപ്പ് ഒട്ടിച്ച ഒരു സെറ്റ് ഓഫ് ബുക്സ് ബാഗിലേക്ക് കൃത്യമായിട്ട് എടുത്തു വെക്കുന്നു. വാട്ടർ ബോട്ടിൽ തയ്യാറാക്കുന്നു, പേന തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ കുട തയ്യാറാക്കുന്നു. ജൂൺ 1 ഇത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് വളരെ ശ്രദ്ധിച്ചു നിന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നു? പിന്നീട് തോന്നുന്ന രീതിയിൽ പുസ്തകങ്ങൾ ബാഗിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ട് സ്കൂളുകളിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ കൊണ്ടുപോയ ബുക്കിലെ പലതും സ്കൂളിൽ ഇട്ടിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടുകാർ ചോദിക്കും, ആ ബുക്ക് എവിടെ പോയി? അപ്പോഴാണ് കൊണ്ടുവന്ന ബുക്കിന് നെയിം സ്ലിപ്പ് പോലും ഇല്ല, വല്ലോ ബുക്കും ആയിരിക്കും നമ്മൾ എടുത്തുകൊണ്ട് ചെന്നിരിക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള താളം തെറ്റലുകൾ ഉണ്ടാകുമ്പോൾ പിന്നെ അവിടെ നിന്ന് പിടിവിട്ടൊരു പോക്കാണ്. നമ്മുടെ സിസ്റ്റമാറ്റിക് ആയ ഒരു അപ്രോച്ചിനെ നമ്മൾ തകർത്തെറിയുന്ന ഒരു ബാല്യം നമുക്കുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ചിന്തിക്കുക, ബാല്യം കഴിഞ്ഞ്, കൗമാരം കഴിഞ്ഞ്, യൗവനം കഴിഞ്ഞ് നമ്മളൊരു ജീവിതത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഇന്ന് മുതൽ ചിന്തിക്കാവുന്ന ഒരു കാര്യം, ഒരു 21 ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പല ആളുകളും പറയുന്നത് ഞങ്ങൾക്ക് സമയമില്ലെന്നാണ്. എന്തിനു സമയമില്ല? ജോലി ചെയ്യാൻ സമയമില്ലെന്ന് പറയും, ജീവിക്കാൻ സമയമില്ലെന്ന് പറയും, കുട്ടികളെ നോക്കാൻ സമയമില്ലെന്ന് പറയും, ആഹാരം കഴിക്കാൻ സമയമില്ലെന്ന് പറയും. എന്തിന്? ഉറങ്ങാൻ പോലും സമയമില്ല എന്ന് പറയും. പക്ഷെ നിങ്ങളുടെ ദിവസത്തെ കൃത്യമായി അളന്നു തൂക്കിയാൽ, ഒരു കൃത്യമായ ടൈം ടേബിൾ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും ഒരു ദിവസം നിങ്ങൾക്ക് സമയം മിച്ചം വരും. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് ഓരോ ദിവസത്തെയും ബാലൻസ് വർക്കുകൾ നമ്മൾ അടുത്ത ദിവസത്തേക്ക് തള്ളിയിടുന്നു. പഠിക്കാൻ കുട്ടികൾക്ക് കൊടുക്കുന്ന ഹോംവർക്കുകൾ കൃത്യമായി ചെയ്യാത്തത് കൊണ്ട് ആ കുട്ടി അടുത്ത ദിവസത്തിലേക്ക് മാറ്റിവെക്കുന്ന പഠന ആവശ്യങ്ങൾ അത് പിന്നീട് കുന്നുകൂടി ടെർമിനൽ എക്സാം ആവുമ്പോൾ
ഏതാണ്ട് ചാക്കിലെടുത്തുകൊണ്ട് പോകാവുന്ന അത്രയും ഉണ്ടാവും. ഈ പഠനോപാധികൾ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ കഴിയില്ല. പക്ഷെ കൃത്യമായി പഠിക്കുന്ന ഒരു കുട്ടി ഓരോ ദിവസവും തീർക്കേണ്ട കാര്യങ്ങൾ തീർത്ത് തീർത്ത് പോകുന്നത് അവനെ സംബന്ധിച്ച് ടേമിനൽ എക്സാമിന് തൊട്ട് മുമ്പുള്ള ദിവസം ഒന്ന് ഓടിച്ചു നോക്കിയാൽ മാത്രം മതിയാവും. ഇത് തന്നെ നമ്മളും ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ഓരോ ദിവസവും ഓരോ ടൈം ടേബിൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, നേരത്തെ സംസാറ് പറഞ്ഞ പോലെ കൃത്യമായ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന നമ്മളുടെ ഓരോ ന്യൂ ഇയർ റെസൊല്യൂഷൻസുകളും നമുക്ക് പ്രവൃത്തി കൊണ്ടുവരാൻ കഴിയും. ഇത് കൊണ്ടുവരാൻ കഴിയാതെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ കാരണക്കാരനും കാരണവും നമ്മൾ തന്നെയാണ്. പലപ്പോഴും ഇത്തരം തീരുമാനങ്ങൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ തീരുമാനത്തിന്റെ മുന്നാലെ നമ്മൾ പാഞ്ഞു പോകുമ്പോൾ പലപ്പോഴും നമ്മളുടെ ചിന്താഗതികളിൽ രൂപപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇത്തരം കാര്യങ്ങളെ നമ്മൾ വിവേചിച്ചറിഞ്ഞു വരുമ്പോഴേക്കും ആ വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് യാഥാർത്ഥ്യ ബോധമുള്ളവരാകുക. നമ്മൾക്ക് കിട്ടുന്ന ഈ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞു 366 ദിവസത്തിന്റെ ഒരു ലീപ്പ് ഇയറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഇന്ന് ഒരു ദിവസം ഉണർന്നെഴുന്നേൽക്കുവാൻ കഴിഞ്ഞ നമ്മളെ അതിനിടയാക്കിയ നമ്മുടെ സൃഷ്ടാവിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ ദിവസം തുടങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ അങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ മുന്നോട്ടുള്ള ഓരോ ദിവസത്തെ യാത്രയിലും ഈ യാഥാർത്ഥ്യബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങളുടെ കഴിവ് കൊണ്ട് മാത്രമല്ല നിങ്ങൾ ഇന്ന് ഉണർന്നെഴുന്നേറ്റത്. ആ സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ദിവസത്തെയും നല്ല തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ വരിക. നമ്മൾക്ക് എടുക്കാൻ കഴിയാത്ത തീരുമാനങ്ങളെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിന് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഈ അച്ചീവ്മെന്റ് നേടുവാനാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻസിൽ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഇന്നലെ ചെയ്ത കാര്യം ഇന്ന് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ഞാൻ അതിനേക്കാൾ നല്ല വ്യക്തിയായി എന്ന് ചിന്തിക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് വലിയ ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. ഒരു മനസ്സിന്റെ അവസ്ഥയെ നന്നായി ട്രാൻസ്ഫോം ചെയ്യുമ്പോഴാണ് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന് മാറ്റം വരുന്നത്. പലയതും ആളുകളിൽ അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ പുറമേയുള്ള ഫിസിക്കൽ ജീവിതത്തിൽ അത് പ്രകടമായിട്ട് കാണാൻ കഴിയും. നമ്മൾ മനസ്സിൽ പിടിക്കേണ്ടത്, മനസ്സുകൊണ്ട് നിങ്ങൾ മാറുവാൻ തയ്യാറാണെങ്കിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ നമുക്ക് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് ആവശ്യമാണ്, അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ നമുക്ക് ആവശ്യമാണ്. കൃത്യമായി രൂപപ്പെടുത്തിയ ആശയങ്ങൾ വിന്നേഴ്സ് വേൾഡിന്റെ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഓരോ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയും മോർണിംഗ് സെഷനിലൂടെ കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിൽ പിടിക്കുക, കേവലം ഈ രാവിലെ 1 മണിക്കൂർ സമയം മാറ്റി വെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ ജീവിതത്തിലെയും വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടെ കിട്ടുന്ന ഓരോ ആശയങ്ങൾക്കപ്പുറം നമുക്കറിയാം, നമ്മൾ ഈ തൊട്ടടുത്ത ദിവസം 7-ാം തീയതി മനോഹരമായ ഒരു ട്രെയിനിങ് സെഷൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് മാറുവാൻ തയ്യാറാണെങ്കിൽ അത്തരം പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യുന്നത് കേവലം ഒരു ദിവസത്തെ സമയം മാറ്റിവെക്കുന്നതോ അല്ലെങ്കിൽ ഏതാനും കുറച്ച് പൈസ മാറ്റിവെക്കുന്നതോ അല്ല. അതിനപ്പുറം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക. ഓരോ ആളുകളും ഇത്തരം പ്രോഗ്രാമുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് അത്രയും വിവരങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന സിസ്റ്റത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരത്തെ കുറിച്ച് ചിന്തിക്കാം. വിന്നേഴ്സ് വേൾഡ് ഒരിക്കലും ഒരു ടീമിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ലീഡറിനെ മാത്രം കണ്ടുകൊണ്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ല. ഈ പ്രോഗ്രാമിലൂടെ കടന്നു വന്നിരിക്കുന്നതിന്റെ റേഷ്യോ നേരത്തെ സാറ് സംസാരിച്ചു. തുടങ്ങിയ സമയത്ത് phase 1 പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് 100 പേരിൽ താഴെയുള്ള ഒരു സിസ്റ്റം ആയിരുന്നെങ്കിൽ ആ സിസ്റ്റത്തിന്റെ സാഹചര്യത്തിൽ ഇന്ന് നമുക്കുള്ളത് എന്താണ്? 1000 പേരെ ഒരേപോലെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ മാറി. ശരിക്കും ഇത് തന്നെയാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ വിജയവും. നമ്മൾ ആരെയും ഒരു ടീമിൽ നിന്ന് വലിച്ചഴിച്ചിട്ടോ ഒരു ലീഡറിനെ നമ്മൾ കുപ്പിയിലാക്കിയിട്ടോ അല്ല ഈ പ്രോഗ്രാം നടത്തുന്നത്. പകരം കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി എല്ലാവരും വിജയിക്കണം, എല്ലാ കുടുംബങ്ങളിലേക്കും അവരാഗ്രഹിക്കുന്ന സമൃദ്ധി എത്തണം, അതിന് കൃത്യമായ അറിവാണ് ആവശ്യമെന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. എന്താണ് വിന്നേഴ്സ് വേൾഡ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. വിജയിക്കുന്നവരുടെ ലോകമാണത്. നമ്മൾ ഓരോരുത്തരും ഓരോ വിജയികളായി മാറുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ അറിവ് ആവശ്യമാണ്. സാർ നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ടു കാണും. തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്, അറിവല്ല തിരിച്ചറിവ്. എന്താണ് ഈ തിരിച്ചറിവ്? കാര്യങ്ങളെ വ്യക്തമായി നോക്കിക്കാണാനുള്ള ആ കാഴ്ചപ്പാടിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുവാൻ. കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങളെടുത്ത തീരുമാനങ്ങളിൽ പലതും തെറ്റായിരുന്നു, അല്ലെങ്കിൽ തെറ്റായ വഴിയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോയതെന്ന് ചിന്തിക്കുവാൻ ഇത്തരത്തിലുള്ള അറിവ് തിരിച്ചറിവായി നിങ്ങൾക്ക് മാറും. അത്തരം തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഒരു വർഷം നിങ്ങൾക്ക് വലിയ അവസരങ്ങളാകട്ടെ. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ ഹയർ എഡ്യൂക്കേഷൻസ് ആയിട്ടുള്ള എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് കാരണമാകട്ടെ നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ തീരുമാനങ്ങൾ അങ്ങനെ ആകട്ടെ. ഇന്നേ ദിവസം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും കേവലം ഇന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ എഴുതി വെച്ച ബുക്ക് മടക്കി വെക്കുന്നത് പോലെ മാറ്റി വെക്കാതെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് എടുക്കുവാൻ കഴിയുന്ന മനോഹരമായ പ്രതീക്ഷകളാകട്ടെ. ആ പ്രതീക്ഷകൾ എല്ലാവർക്കും പൂർണ്ണമായ അളവിൽ അത് സംഭവിക്കുവാൻ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാകുവാൻ ഇടയാകട്ടെ എന്ന്
സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഡോൺ സാർ, താങ്ക് യു വെരി മച്ച്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള വാക്കുകൾക്ക് ഒരുപാട് നന്ദി. കാരണം വന്ന മെസ്സേജുകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും എന്ത് സമ്മിശ്രമായ വികാരമാണ് മനസ്സിൽ വന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിന്നേഴ്സ് വേർഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനോടകം മനസ്സിലായിട്ടുണ്ട്. ഹൈറിച്ച് എന്ന് പറയുന്ന ഈ ഒരു അവസരം നമുക്ക് ദൈവം തന്നപ്പോൾ ഇതിൽ കൂടി നമ്മൾ ഒരുപാട് പഠിക്കാനും ഒരുപാട് മുന്നോട്ട് പോകാനും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ ഒറ്റ കാര്യം, നമ്മളായിരിക്കണം തീരുമാനമെടുക്കുന്നത്. സെൽഫ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ നമ്മുടെ ജീവിതത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിലാണെങ്കിൽ നമുക്ക് നേടാൻ സാധിക്കും. പക്ഷെ ചില കാര്യങ്ങൾ ഒരു അറിവിലേക്കായിട്ട് പറഞ്ഞു തരുന്നതാണ് വിന്നേഴ്സ് വേർഡ്, അല്ലെ? ഇപ്പൊ നമ്മളുടെ സാറ് പറഞ്ഞു, നമ്മുടെ സമത് സാറ് പറഞ്ഞ വാക്കുകൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. അതായത് നമുക്ക് ബുദ്ധി ഉണ്ടായാൽ മാത്രം പോരെ, എന്തുണ്ടാവണം? ബോധം ഉണ്ടാവണം. നമ്മളെല്ലാവരും കാഴ്ചയുള്ളവരാണ്, പക്ഷെ ഉൾക്കാഴ്ച ഉണ്ടാവണം. അതുപോലെ തന്നെയാണ് അറിവ്, അല്ലെ? നമുക്ക് അറിവിൽ നിന്ന് തിരിച്ചറിവ് ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു ഹയർ ലെവലിലേക്കുള്ള ഒരു ലൈഫ് നമ്മൾക്ക് എത്താൻ സാധിക്കുള്ളൂ. അതിലേക്ക് എല്ലാവർക്കും എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ന്യൂ ഇയർ, ന്യൂ മൈൻഡ്, ന്യൂ ലൈഫ്, ന്യൂ ലെവൽ. അതായത് ഈ പുതിയ വർഷത്തിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് പുതിയ മനസ്സോടുകൂടി, പുതിയ ജീവിത രീതിയോടുകൂടി പുതിയ ലെവലിലേക്ക് നമുക്ക് കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഈ മാറ്റത്തിന് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊന്ന് തിരിച്ചറിയാം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഇൻട്രോ തന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമ്മളെ തിരിച്ചറിയുക, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം നമ്മളുടെ യാത്ര നമ്മൾ തുടങ്ങേണ്ടത്. 2024 നമ്മൾ ഹയർ ലെവലിലേക്ക് എത്താനായിട്ടുള്ള യാത്രയിൽ ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ഇന്ന് തന്നെ നിങ്ങൾ സ്വയം കുറച്ച് സമയം നിങ്ങൾ ഇരുന്നിട്ട് ആലോചിച്ച് അതൊരു പേപ്പറിലേക്ക് ആക്കുക. നിങ്ങളുടെ ഹാപ്പിനെസ് എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ എന്താ പറയാ വെൽത്ത് എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ അതിന് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും, നിങ്ങളുടെ ഹെൽത്ത് എവിടെ നിൽക്കുന്നു. ഈ തിരിച്ചറിവോട് കൂടി നമ്മൾ ഇനി വരാൻ പോകുന്ന എല്ലാ ദിവസത്തെ ഓരോ പ്രോഗ്രാമും നിങ്ങളെ ഹയർ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ഉപകരിക്കും. മാത്രമല്ല നമ്മൾ അതിനുവേണ്ടി ഫിസിക്കൽ പ്രോഗ്രാം ഈ വരുന്ന 7-ാം തീയതി, വരുന്ന ഞായറാഴ്ച നമ്മുടെ റാവിസ് കടവ് റിസോർട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് കടവ് റിസോർട്ടിൽ വെച്ച് നമ്മൾ നടത്താൻ പോകുന്ന മൈൻഡ് റീ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം അതിനു വേണ്ടിയുള്ളതാണ്. കാരണം എല്ലാം നമുക്ക് സൂമിൽ കൂടി തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്കലായിട്ട് ഈ പ്രോഗ്രാം വെക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇന്ന് ഈ 2024 നമ്മുടെ ഈ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാത്രം കണ്ടുകൊണ്ട് അതിന്റെ ഫീസ് അടച്ച് ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. നിങ്ങളുടെ കൂടെയുള്ളവരുടെയും, ഞാൻ പറഞ്ഞു വിത്ത് ഫാമിലി ആയിട്ട് പങ്കെടുക്കാൻ പറ്റി അങ്ങനെ തന്നെ പങ്കെടുക്കാന്ന് പറയും. കാരണം കുട്ടികളടക്കം അറിയേണ്ടതാ, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമുള്ള കുട്ടികളടക്കം അറിയേണ്ടതാണ് നമ്മുടെ ഈ 7-ാം തീയതി നടക്കാൻ പോകുന്ന പ്രോഗ്രാം. തീർച്ചയായിട്ടും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ വലിയൊരു മിറാക്കുലസ് ഇയർ ആയിട്ട് വിന്നേഴ്സ് വേർഡിലെ ഓരോ വ്യക്തികൾക്കും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതിനുവേണ്ടി ഹൈറിച്ച് ഒരുങ്ങിക്കഴിഞ്ഞു, വിന്നേഴ്സ് വേർഡ് ഒരുങ്ങിക്കഴിഞ്ഞു, ഇനി നമ്മളാണ് ഒരുങ്ങേണ്ടത്. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരും ഇപ്പൊ നമ്മുടെ സൂം പ്ലാറ്റ്ഫോം നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടാവും. എല്ലാവരും സന്തോഷത്തോടു കൂടി, ഈ ദൃഢ നിശ്ചയത്തോടു കൂടി ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാം നമുക്ക്. ഓക്കെ, താങ്ക് യു.